എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എമ്പുരാൻ സിനിമ എല്ലാവരും കരുതുന്ന മാതിരി ഒരു ആൻറ്റി BJP ഫിലിം മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് ആൻറ്റി നാഷണൽ എലമെൻസും ഉണ്ട്. ഈ സിനിമ കാണുന്ന ഓരോരാൾക്കും തോന്നും, അതായത് ദേശീയ രാഷ്ട്രീയമൊക്കെ ഇന്ത്യയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവരും വിശകലനം ചെയ്യുന്ന ആൾക്കാർക്കും എന്താ പറയണ്ടേ, ഈ പടം കാണുമ്പോൾ തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് ഈ സെൻസർ ബോർഡ്, എങ്ങനെയാണ് ഇതിന് ഈ പടത്തിന് പെർമിഷൻ കൊടുത്തത്, പ്രദർശനാനുമതി നൽകിയത് എന്നുള്ള സംശയം എല്ലാ പ്രേക്ഷകർക്കും ഉള്ളിലുണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആൻറ്റി നാഷണൽ എലമെൻറ്റ്സ് ഈ പടത്തിൽ കുത്തി നിറച്ചിട്ടുണ്ട്. BJP വിമർശിച്ചോട്ടെ, നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങളും ഈ പടത്തിൽ ഒരു ഫിലിമിൽ വരുമ്പോൾ അതിനെങ്ങനെ പ്രദർശനാനുമതി കിട്ടി, അത് എല്ലാവരും ഉയർത്തുന്നൊരു ചോദ്യമാണ്. ഇവിടെ ഈ സിനിമ കണ്ട എല്ലാവരും പറയും, ഈ ഗുജറാത്ത് കലാപവും പിന്നെ എന്താ പറയുക അഖണ്ഡ ശക്തി മോർച്ച എന്ന് പറയുന്നൊരു പാർട്ടിയും അതൊക്കെ ഓക്കെ, അവർക്ക് പറയാനുള്ള അധികാരം ഉണ്ടാകാതിരിക്കാം. പക്ഷേ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ, അതായത് ഈ ഗുജറാത്ത് കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയ ഒരാൾ ഭാവിയിൽ ആഭ്യന്തരമന്ത്രിയാവുന്നു, ആ ആഭ്യന്തരമന്ത്രിയെ കൊല ചെയ്യുന്നു. ഈ പടത്തിൽ കാണിക്കുന്ന കേട്ടോ, ഈ ആഭ്യന്തരമന്ത്രിയെ കൊല ചെയ്യുന്നു. അതൊക്കെ എന്താ പറയുക, ഈ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ സുഡാപ്പികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ പ്യുവർ ആൻറ്റി നാഷണൽ എലമെൻറ്റ്സ് ആണ്. പിന്നെ ഒന്ന് രണ്ട് സീനിലേക്ക് എന്താ പറയണ്ടേ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരും എന്ന രീതിയിലുള്ള ചില പ്ലോട്ടുകളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ആഭ്യന്തരമന്ത്രി വിളിക്കുന്നു, അടുത്ത സീനിൽ എന്താ പറയണ്ടേ NIA വരുന്നു, IB വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ആ NIAയുടെ ലോഗോ പോലും, ഒഫീഷ്യൽ ലോഗോ പോലും ഇതിനകത്ത് ദുരുപയോഗം ചെയ്തു എന്ന് ആലോചിച്ചു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഇന്ത്യയിലെ പല ഈ തീവ്രവാദ ആൻറ്റി നാഷണൽ എലമെൻറ്റ്സിന് പൂട്ടുന്ന സുപ്രധാന പങ്കുവഹിക്കുന്ന ഏജൻസിയാണ്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ എന്താ പറയേണ്ട ഒരു ഏജൻസിയാണ് ഈ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അതിൻ്റെ ഒഫീഷ്യൽ ലോഗോ ഇതിനകത്ത് യൂസ് ചെയ്തു. അതിനകത്ത് ഈ ഒരു കഥാപാത്രത്തെ അറസ്റ്റ് ചെയ്യാൻ വരുന്നു, ഈ NIA വരുന്നു, NIAയുടെ ലോഗൊക്കെ കാണിക്കുന്നുണ്ടോ. അപ്പോൾ ചോദിക്കുന്നു, എനിക്കെതിരെയുള്ള ചാർജ് ഷീറ്റ് എന്താണ് ഞാൻ ചെയ്ത കുറ്റം എന്നൊക്കെ ചോദിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ചാർജ് ഷീറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ NIA ഉദ്യോഗസ്ഥർ ഇല്ലാന്നുള്ള രീതിയിലുള്ള ഇതിലാണ് എന്താണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അതായത് ചുമ്മാ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ, അതായത് രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരാൾ അറസ്റ്റ് ചെയ്യാൻ വരുന്നു. അപ്പോൾ അക്യൂസ്ഡായ ആൾക്കാർ ചോദിക്കുന്നു, എന്താണ് എനിക്കെതിരെ കുറ്റം. അപ്പോൾ NIA ഉദ്യോഗസ്ഥർ ഒന്നും മിണ്ടാതിരിക്കുന്നു. അതിനർത്ഥം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇന്ത്യയിൽ എന്താ പറയുക, BJP ഭരിക്കുന്ന സർക്കാരാണല്ലോ ഇന്ത്യയിൽ. അപ്പോൾ ആ സർക്കാരായിരിക്കുമല്ലോ ഇത്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിനെ നിയന്ത്രിക്കുന്നേക്കാം. അപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ, പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ, രാഷ്ട്രീയ പാർട്ടികളെ ഒതുക്കാൻ വേണ്ടി NIA IB പോലെയുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നു. അത്തരം അന്വേഷണ ഏജൻസികളെ, അത്തരം ഫ്രെയിംവർക്കുകളെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു എന്ന് പരസ്യമായിട്ട് പറയാണ്. ഞാൻ പറയട്ടെ, BJP നിങ്ങൾ വിമർശിച്ചോ, എത്ര വേണമെങ്കിലും വിമർശിക്കാം. ഗുജറാത്ത് കലാപവും അതൊക്കെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇത്തരം NIA പോലെയുള്ള അന്വേഷണ ഏജൻസികളെ എന്താ പറയുക, ഇത്തരം ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ താറടിച്ച് കാണിക്കുന്നത് അത് ശരിക്കും തികഞ്ഞ രാഷ്ട്രവിരുദ്ധതയാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് എല്ലാ പ്രേക്ഷകരും ചോദിക്കുന്നത്, എങ്ങനെ ഇതിന് പ്രദർശനാനുമതി കിട്ടി. ഇത്തരത്തിൽ അവരുടെ ലോഗോ പോലും യൂസ് ചെയ്തു, NIAയുടെ ഒഫീഷ്യൽ ലോഗോ പോലും. അപ്പോൾ ഇതിനെതിരെ കുറേ ആൾക്കാർ പരാതിപ്പെട്ടിട്ടുണ്ട്. BJPയുടെ എന്നല്ല, BJP ഒരു പാർട്ടിയിലും അല്ലാത്ത ആൾക്കാർ ഒരുപാട് പേര് NIA എടുത്ത് ഡയറക്റ്റ് എന്താ പറയേണ്ടത് ഈ കാര്യത്തെ അറിയിച്ചുകൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിനെതിരെ ആക്ഷൻ ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഈ പടത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു പ്ലോട്ടിൽ ആഭ്യന്തരമന്ത്രിയെ കൊല ചെയ്യുന്നു. പിന്നെ എപ്പോഴും കൂടെ നടക്കുന്ന ഈ ആഭ്യന്തരമന്ത്രിയെ കൂടെ നടക്കുന്ന എന്താ പറയുക ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനെ അത് അവതരിപ്പിച്ചത് കിഷോർ കുമാറാണ്, കന്നഡ നടൻ കിഷോർ കുമാറാണ്. ഒരു ഹർത്താൽ ദിനത്തിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊല ചെയ്യപ്പെടുന്നു. ഇതൊക്കെ എന്ത് പ്ലോട്ടാണ് ഇത്? ശരിക്കും പ്യൂർ ആൻറ്റി നാഷണലാണ് ഇത്. പൃഥ്വിരാജ് എന്ന് പറയുന്നത് ഇത് ചുമ്മാ എഴുതിയല്ല, ഇത് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി ഒരുപാട് സമയമെടുത്ത് റിസർച്ച് നടത്തി ചെയ്ത കാര്യം തന്നെയാണ്. അത് ആക്സിഡൻ്റലി സംഭവിച്ചതല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, പൃഥ്വിരാജ് തൻ്റെ സിനിമ എമ്പുരാൻ എന്ന സിനിമയിലൂടെ കേരളത്തിലെ സുഡാപ്പികളുടെ ആഗ്രഹം നടത്തിക്കൊടുത്തു. കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെ സുഡാപ്പികളുടെ ആഗ്രഹം നടത്തിക്കൊടുത്തു. ആഭ്യന്തരമന്ത്രിയെ കൊല ചെയ്യുന്നു. ഉയർന്ന ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനെ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ ഏജൻസിയുടെ ഒരു ഉദ്യോഗസ്ഥനെ ഹർത്താൽ ദിനത്തിൽ വെടിവെച്ച് കൊല്ലുന്നു. ഇതൊക്കെ എന്താ പറയേണ്ടത്, പരസ്യമായിട്ട് പ്രത്യക്ഷം നോക്കിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, മാപ്പ് ചെയ്യുന്നത് അമിത്ഷായിലേക്കും അജിത് ഡോവലിലേക്കൊക്കെയാണ്. ഈ ഇന്ത്യയിലെ സുഡാപ്പിയുടെ ആഗ്രഹം പൃഥ്വിരാജ് ഇതിലൂടെ നടപ്പാക്കി കൊടുക്കുകയാണ് ഈ പടത്തിലൂടെ ചെയ്തത്. അപ്പോൾ അത്തരത്തിലൊരു പടത്തിന് ആരാണ് അംഗീകാരം നൽകിയത്? അത് വളരെ ഗുരുതരമായ തെറ്റാട്ടോ. ഇപ്പോൾ BJP ആണ് ഭരിക്കുന്നത്, ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ ആ സെൻസർ ബോർഡ് അംഗത്തിൽ BJP ആൾക്കാരുണ്ട്, RSSൻ്റെ ആൾക്കാരും BJPയുടെ ആൾക്കാരൊക്കെ അവിടെയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പടത്തിന് ഇതിന് ഇത് കിട്ടിയത്, അതായത് അപ്രൂവൽ കിട്ടിയത്? ഇത്തരത്തിൽ ഗുരുതരമായ കാര്യങ്ങൾ. അതാദ്യം ഗുജറാത്ത് കൂട്ടക്കൊല, അതായത് ഗോദ്ര സംഭവം മെൻഷൻ ചെയ്തില്ല എന്ന് അവിടെ ഇരിക്കട്ടെ,
അത് നമുക്ക് സെക്കൻഡറി ആയിട്ട് എടുക്കാം. പക്ഷേ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രി വധിക്കുന്നു, ഉന്നത എന്താ പറയുക അന്വേഷണ ഉദ്യോഗസ്ഥനെ ഏജൻസിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ വധിക്കുന്നു. ഇതൊക്കെ കേരളത്തിലെ ഇന്ത്യയിലെ സുഡാപ്പികൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് പൃഥ്വിരാജ് സിനിമയിൽ നടത്തി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾക്ക് ആര് അംഗീകാരം നൽകി? അത് വളരെ ഗുരുതരമായിട്ട കാര്യമാട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ സിനിമ നിങ്ങളൊരു ആൻറ്റി BJP ആയിട്ട് സോഷ്യൽ മീഡിയയിലും കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. ഇത് BJPക്കെതിരെയുള്ളൊരു സിനിമയാണെന്ന തരത്തിലാണ്. പക്ഷേ അത് നമുക്ക് തള്ളിക്കളയാം. നിങ്ങൾക്ക് BJP ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, BJP നിങ്ങൾക്ക് വിമർശിക്കാം, പലതരത്തിൽ എങ്ങനെ വേണമെങ്കിൽ വിമർശിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന, ഇന്ത്യയെ എന്താ പറയുക ഈ ഏറ്റവും പവർഫുള്ളായിട്ട് നടത്തുന്ന ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികളാണ് NIA, IB പോലുള്ള ഇതൊക്കെയാണ്. നമുക്കറിയാം 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുന്നേ ഓരോ മാസം ഓരോ ആഴ്ചയും എന്താ പറയുക എല്ലാ വെള്ളിയാഴ്ചകളും ഇന്ത്യയിലെ പല സുപ്രധാനപ്പെട്ട ഏരിയകൾ ബോംബ് വിട്ടുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ബോംബ് വിട്ടിച്ച് കളിക്കുമായിരുന്നു. പാകിസ്ഥാനിന് അതൊരു ഹോബിയായിരുന്നു. അപ്പോൾ അതിനുശേഷം 2011 നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇത്തരത്തിൽ വിധ്വംസ പ്രവർത്തനം ചെയ്യുന്നവർക്കെതിരെ പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ചു. മോദി തന്നെ പറഞ്ഞിട്ടുണ്ട്, ആര് എന്താ പറയണ്ടേ, ഇവിടെ കലാപം ഉണ്ടാക്കിയിട്ട്, ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഏത് ഉമ്മാൻ്റെ ഗർഭത്തിൽ കയറി ഒളിച്ചാലും ഞങ്ങൾ തീർത്തിരിക്കും, എവിടെ കയറി ഒളിച്ചാലും തങ്ങൾ തീർത്തിരിക്കും. നമ്മൾ സർജിക്കൽ സ്ട്രൈക്കൊക്കെ കണ്ടില്ലേ, പോക്കി അങ്ങ് അടിച്ച് കളഞ്ഞില്ലേ. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ സർജിക്കൽ സ്ട്രൈക്കിന് എന്താ പറയുക തെളിവ് ചോദിച്ചു. പാകിസ്ഥാൻ തന്നെ ഒഫീഷ്യൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ മിലിറ്ററി ആക്ഷനിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സൈനിക നഷ്ടപ്പെടുന്നു, അവർ ഒഫീഷ്യൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വിശ്വസിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിന് തയ്യാറായില്ല. അവർ ഇന്ത്യയിലെ എന്താ പറയേണ്ടത് ഈ പാർലമെൻറ്റിലേക്ക് പറഞ്ഞു അതിന് തെളിവ് വേണം, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അറ്റാക്ക് ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഈ രാജ്യവിരുദ്ധരാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് അതാണ്. അതായത് നരേന്ദ്രമോദി അമിത്ഷായും ഇന്ത്യയൊക്കെ ഭരിക്കുന്നതുകൊണ്ടാണ് അവന്മാരുടെ ഒരു പരിപാടി നടക്കാത്തത്. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീവ്രവാദികളെ പോലും കണ്ടില്ലേ, വ്യക്തമായി പഠിച്ച് അവന്മാരെ ലോക്ക് ചെയ്തില്ലേ. അവർ എല്ലാ സമസ്ത മേഖലയിലും അവന്മാരുടെ ഫണ്ടിങ് എല്ലാം നിലച്ചു. ഒരു മേഖലയിലും അവർക്കിപ്പോൾ ഫണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാ വഴികളും അടച്ചു, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവന്മാർക്ക് ഇപ്പോൾ. ഇന്ത്യ അവരെ എന്താ പറയുക കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി സർക്കാരും ഇവരൊക്കെ ഇന്ത്യ ഭരിച്ചില്ലെങ്കിൽ ഇന്ത്യ ഇപ്പോൾ 4 പീസായിട്ട് നമുക്ക് പാകിസ്ഥാനിൽ നിന്നാണ് നടക്കുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ അടുത്ത് തന്നെ 3 പീസാകുമ്പോൾ പോവുകയാണ്. അതേ അവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാവുമായിരുന്നു നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നില്ലെങ്കിൽ. അപ്പോൾ ഇവിടുത്തെ സുഡാപ്പികളുടെ ആഗ്രഹമാണ് അവരുടെ ആഗ്രഹങ്ങൾക്ക് ഭംഗം നിൽക്കുന്ന ആൾക്കാരാണ് ഈ മോദിയും അമിത്ഷാക്കൊക്കെ. അപ്പോൾ അവരൊക്കെ തട്ടിക്കളയണമെന്ന് അവരുടെ വലിയ ടാർഗറ്റാണ്. അപ്പോൾ അത് നടപ്പാക്കി കൊടുത്തിരിക്കുകയാണ് ഈ പൃഥ്വിരാജ് ഈ പടത്തിലൂടെ. അപ്പോൾ എല്ലാവരും ഉന്നയിക്കുന്ന ചോദ്യം, എല്ലാവർക്കും മനസ്സിലായി കാര്യം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, ഈ പടത്തിലൂടെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എല്ലാ ആൾക്കാർക്കും മനസ്സിലായി. അതായത് ഇവൻ്റെ മനസ്സിലിരിപ്പ് ഇത് ആക്സിഡൻ്റലി സംഭവിച്ചതല്ല, പർപ്പസ്ഫുള്ളി ഇൻറ്റൻഷനലി ഇത്തരം കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചാണ്. ഇനിയിപ്പോൾ അന്വേഷണ ഏജൻസികൾ ചെയ്യേണ്ടതെന്നാണെന്നറിയോ, ഇവർക്ക് ആരാണ് ഫണ്ട് ചെയ്തത്, ഇവരുടെ മോട്ടീവ് എന്താണ്? ഇപ്പോൾ മുരളി ഗോപി പോലും ഒരക്ഷരം മിണ്ടിയില്ല ഈ പടത്തെക്കുറിച്ച്. അദ്ദേഹമാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു പരസ്യ പ്രസ്താവന നടത്തണം, എന്താ പറയണ്ടത്, ഞാൻ ഈ സ്ക്രിപ്റ്റ് ചെയ്ത് ഫുൾ ഞാനാണ്. അപ്പോൾ ഈ എന്താ പറയണ്ടത് ഇതിനകത്ത് പടത്തിൻ്റെ പ്രൊമോഷൻ്റെ സമയത്തൊക്കെ മുരളി ഗോപി ഒരു സ്ഥലത്ത് പോലും ഉപയോഗിച്ചില്ല. മുരളി ഗോപി അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണ്. ഈ നാഷണൽ മീഡിയ എല്ലായിടത്തും പോയിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്തൊക്കെ എന്തുകൊണ്ട് മുരളി ഗോപി കൊണ്ടുപോയില്ല? അത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ അതൊക്കെ ഇവരൊക്കെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു സ്റ്റോറിയുടെ തന്നെയാണ് ഇവന്മാർ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ്. അപ്പോൾ ആരും ഇതിനെ പുറകിൽ കളിക്കുന്നുണ്ട്, ആരൊക്കെയും ഇതിനെ പുറകിൽ കളിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. അത്തരം വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ വന്ന് കേന്ദ്ര സർക്കാർ ഇതിനെന്താ പറയുക ഒരു ഉചിതമായ ഒരു നടപടി കൈക്കൊള്ളും എന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.